ഫാമിലിയിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും? നിങ്ങളുടെ ഫാമിലി അമ്മയൊക്കെ കണ്ടില്ല. അമ്മ എന്ത് പറഞ്ഞു? അമ്മ വിനീ ഫോർട്ടിന് വിനിയെ പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവരുടെ അമ്മ അങ്ങനെ ചെയ്യുന്നു ഞാൻ കണ്ടു. തമിഴിലൊക്കെ സൂര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരാളോട് നമ്മളിനി എന്ത് പറയാ? അതിന് ഫെയിലേക്ക് ആൾക്കാരുണ്ട്. അപ്പൊ അത് പറ, എന്നോട് പറ. ഈ ഹോളിവുഡ് നടന്മാരുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ. രാജേഷ്, എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്? സംശയം ഉണ്ടാവുന്നത് ഒരു ചെറിയ ത്രെഡിൽ നിന്ന് എപ്പോഴോ തോന്നുന്ന ത്രെഡ് തന്നെയാണ് ഇപ്പോൾ സിനിമ. ആ ത്രെഡ് മാത്രമാണ് സിനിമ. ആ ത്രെഡിൽ നിന്ന് ആ ചെറിയ സംശയം എങ്ങനെ വളരുന്നു എന്ന് പറയുന്നത്, അത് പടരുന്നതും അത് കുറേ ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരു ത്രെഡ്. അത് ഈ സംശയം ലിജോയിലോട്ട് എങ്ങനെയാണ് പടർന്നത്? എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ ലിജോ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ വേറെ ആരെയും കാണുന്നുണ്ടായില്ല. ഞാനത് ലിജോ അത് ചെയ്യുമോയെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞപ്പോൾ ലിജോ ചെയ്തിട്ടില്ല. ഞാനല്ല കഥ പറഞ്ഞത്. അപ്പൊ എൻ്റെ ADs കഥ പറഞ്ഞപ്പം എനിക്ക് കഥ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പം ലിജോയുടെ അവൈലബിലിറ്റി ആ സമയത്ത് വേറെ എൻ്റെ ADs വരെ കഥ പറഞ്ഞപ്പോൾ ലിജോയ്ക്ക് വർക്കായില്ല. ഇല്ല, അത് നിവിനുമായിട്ടുള്ളൊരു പടം. അത് ശരി. അത് അങ്ങനെ ആദ്യമായിട്ട് വന്നത് ലിജോ ആണോ വന്നത് ഈ പ്രൊജക്റ്റിലോട്ട് വന്നത്? അല്ല, വിനയാണ്. വിനയ് ഒരു ഘട്ടത്തിൽ നമ്മൾ സൗഹൃദമുണ്ട്. അങ്ങനെ ഒരു പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഫേസ് ഫെമിലിയർ ആയി തുടങ്ങിയിട്ടുണ്ടാവില്ല. റൈറ്റേഴ്സിനെ ഒന്നും ആരും അറിയില്ല. അതില് ഒരു നിരാശ തോന്നുന്നുണ്ടോ? ഇല്ല, അത് സന്തോഷമാണ്. ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബാധ്യത ഉണ്ടാക്കും എന്ന ബോധ്യത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരും ഫെയിം ഒന്നും ആഗ്രഹിക്കുന്നേ ഇല്ല എന്ന് തോന്നുന്നു. പൈസയാണോ വലുത് അതോ പ്രശസ്തിയാണോ വലുത്? ജീവിക്കണമെങ്കിൽ പൈസ തന്നെയാണോ? പിന്നെ പ്രശസ്തി ഒന്നും വേണ്ട. പ്രശസ്തി വേണ്ട, പൈസ ഇഷ്ടമുള്ള പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ. ഇതില് ഞാൻ കാസ്റ്റ് ഷെറഫുദ്ദീൻ, പ്രിയംവദ, ഇവരെ വേറെ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരൊരു വേറെ രീതിയിൽ പ്രസന്റ് ചെയ്തതായിട്ട് തോന്നി എനിക്ക്. അല്ല, പ്രിയംവദയ്ക്കൊരു എനിക്ക് തോന്നുന്നത് അവർക്കൊരു എന്താ ഒരു ഇന്റർനാഷണൽ ലുക്ക് ഉണ്ട്. വിമല ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. അതിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ പാട്രിയാർക്കി ഫാമിലിയിലുള്ള ജീവിക്കുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന, എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ഇപ്പം അവരൊക്കെ ഇങ്ങനെയുള്ള കുടുംബത്തിൽ അകത്തുള്ള രഹസ്യങ്ങൾ അവരായി പുറത്ത് പറഞ്ഞ് ആ കുടുംബത്തെ ബാധിക്കരുത് എന്ന് കരുതി സ്വന്തം ഹസ്ബൻഡിനോട് പോലും പല കാര്യങ്ങളും മറച്ചു വെക്കുകയും അത് പറയാതിരുന്നാൽ ഇവിടെ ഒരുപാട് ആൾക്കാരുടെ സമാധാനം നഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് അത് പറയാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അല്ല, വളരെ റിലേറ്റബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഓൾറെഡി ചോദിക്കുകയും ചെയ്തു. കാരണം എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് വിമല എന്ന അമ്മയോടാണ്. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പം അടുക്കളയിലൊക്കെ ഉള്ളൊരു കഷ്ടപ്പാടും അതൊക്കെ അമ്മമാർ മുഖത്തൊക്കെ കരിയൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. മുഖത്ത് കരി കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ കരിയൊക്കെ ആയിട്ട് നടക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടോ? കുറവാ. ഇപ്പൊ എല്ലായിടത്തും ഇപ്പോഴും കരിയായിട്ട് നടക്കുന്നു. അവര് ഈ വിറകിലൊക്കെ വിറകടുപ്പും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ പഴയ ഓർമ്മകളല്ലേ. ഈ സിനിമയുടെ റൈറ്റിംഗ് എനിക്ക് റൈറ്റിങ്ങിനെ പറ്റി കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പല സിനിമകളിലും ഞാൻ കാണുമ്പോൾ ഒരു കണക്ഷനൊന്നും ഫീൽ ചെയ്യില്ല, ഒരു സീനും വേറെ സീനും തമ്മിൽ. അപ്പം എല്ലാം വളരെ കണക്റ്റഡാണ്. ഞാൻ രണ്ടാമതൊരിക്കൽ കൂടെ എനിക്ക് കാണാൻ പറ്റി. ഉദാഹരണത്തിന് അവസാനത്തെ ചില സീനുകൾ ആദ്യത്തെ തവണ കണ്ടപ്പം ഇതെന്തിനാന്ന് തോന്നിയത് രണ്ടാമത്തെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം എത്ര സമയം എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഇത്ര ടൈറ്റായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ കുറേ സമയം എടുക്കുമോ? ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടൊരു 10-12 ദിവസത്തിനുള്ളിൽ എഴുതി തീർത്തൊരു സ്ക്രിപ്റ്റ്. കാരണം ഇത് തലയ്ക്കകത്ത് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആവശ്യം വന്ന് സിനിമയാവാൻ പോന്നു. അപ്പം ഇമ്മീഡിയറ്റ് എഴുതണം. അത് റീറൈറ്റിംഗ് നടക്കാറുണ്ട് ഒരു 5-6 ഷൂട്ടിന്റെ സമയത്ത്. ഷൂട്ടിന് തൊട്ട് മുമ്പ് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും.
കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് മൊമെന്റിൽ ഷൂട്ടിന്റെ തലേന്ന് രാവിലെ 5 മണിക്ക് അങ്ങനെയാണ് ലാസ്റ്റ് ഡ്രാഫ്റ്റ്. അതിനകത്ത് ഞാൻ സത്യത്തില് ഒരു കാര്യമായി ഒരു ജോലിയും ചെയ്യാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ലിജോ മോളുടെ. വിമലയുടെ ആദ്യ ഷോട്ട് വെക്കുന്ന സമയത്ത് ഞാൻ കണ്ടതല്ല ലിജോ ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് തിരുത്താൻ തോന്നുന്നില്ല, കാരണം അതിന് മുകളിൽ വേറെ എവിടെയോ നിൽക്കുന്നുണ്ടത്. അപ്പം അതിന് മുകളിലേക്ക് നമ്മളെ ആ വിമലയെ പരിചയപ്പെടുത്തുവാണ് ലിജോ ചെയ്തത്. അപ്പൊ ഞാനത് തിരുത്തുന്നില്ലായിരുന്നു. പക്ഷെ വിനിഫോർട്ടിന്റെ ക്യാരക്ടർ മനോജൻ ചെയ്യുന്നതൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. അപ്പൊ അതിനകത്ത് ഒരുപാട് കറക്ഷൻസും ഒരുപാട് റീടേക്കും അങ്ങനെയൊക്കെ പോകും. അപ്പൊ ലിജോയ്ക്ക് അത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞിട്ടില്ല, ഇതിപ്പോ ആദ്യമായിട്ടായിരിക്കും ഞാൻ അല്ല, എനിക്കെന്താന്ന് വെച്ചാല് ഞാൻ നോക്കുമ്പം ഒരു ടേക്ക് കഴിഞ്ഞിട്ട് വിനയ് ചേട്ടൻ അടുത്ത് വന്ന് കറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് പോകും. എന്നെ മൈൻഡ് ചെയ്യുമല്ലോ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അവണ്ടാത്തതൊന്നും പറയാത്തത്. അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഫീഡ്ബാക്ക് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അത് ഉണ്ടായിരുന്നു. അതാണ് അത് ഞാൻ പറഞ്ഞു നശിപ്പിക്കേണ്ടെന്നുള്ള അവസ്ഥയിൽ ആ ക്യാരക്ടറിനെ ഇനി ഞാൻ അത് ഒരാൾക്ക് വിട്ടുകൊടുക്കും. കാരണം അത് ചേഞ്ച് ചെയ്യാൻ ഞാൻ പോയാൽ അത് ചിലപ്പം ഈ ഡെപ്ത് പോവും എന്നെനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ലൈറ്റർ പോയിന്റ് കണ്ടിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് പിന്നീട് എനിക്ക് ഇപ്പൊ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് തന്നെയാണ് ചെയ്യേണ്ടിരുന്നത്. അന്ന് എന്തോ ആ കൊള്ളെടുക്കാൻ ധൈര്യം ഉണ്ടായി. അന്ന് ലിജോ എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവര് പഴയ ഫ്രണ്ട്സാ, ചെന്നൈയിൽ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവളോട് ലിജോ അത് പറഞ്ഞ് ഇങ്ങനെ എന്നോട് മാത്രം ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് വടകര? ഒന്ന്, ഞാൻ അവിടെ ഒരു 3 വർഷം പഠിച്ചതിൻ്റെ ഭാഗമായി ആ മനുഷ്യരുമായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നാടാണ് ഇപ്പോഴും. എനിക്കിപ്പോഴും അവിടെയുള്ളൊരു 10-15 വർഷമായി അവിടെ നിന്ന് പോന്നിട്ട്. പക്ഷെ അവിടെയുള്ള മനുഷ്യരൊക്കെ ആയിട്ട് നിരന്തരം കോണ്ടാക്റ്റ് ഉണ്ട്. എല്ലാവരും വിളിക്കും, അപ്പോൾ എല്ലാവരും സംസാരിക്കും, ഞാനവിടെ പോകാറുണ്ട്. അങ്ങനെയുള്ള അവിടെയുള്ള മനുഷ്യരോടുള്ള അവർ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കാണാം, ഈ സിനിമയ്ക്കകത്തതുണ്ട്. ആ മനുഷ്യർ അത് ഒരുപക്ഷെ ചിലപ്പം എല്ലാവർക്കും അങ്ങ് കണക്ട് ആവില്ല. അവര് സ്ട്രെയിറ്റ് ആണ്, ഡയറക്റ്റ് ആയില്ല, മറച്ചു വെക്കല്ല. അങ്ങനെ മറച്ചു വെച്ചിട്ട് അങ്ങനെ സംസാരിക്കണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അറിയാത്തതല്ല, അത് അങ്ങനെ ചെയ്യാത്ത ഒരു കൾച്ചറിന്റെ ഭാഗം. അതിന്റെ ആവശ്യമില്ല. കടത്തനാടിന്റെ ഒരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ മനുഷ്യർക്ക് പ്രത്യേകതയുണ്ട്. അവിടെ സ്ട്രെയിറ്റ് ആണ്, ഡയറക്റ്റ് ആണ് പരിപാടി. അതിൽ മാത്രമാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഇത് വേണ്ട, ഇത് പറയണ്ട എന്ന് ഹോൾഡ് പറയണ്ടെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കേണ്ട. പിന്നെ ഇത് ആ ഒരു സമാധാനത്തിന്റെ അപ്പുറം ഇയാൾക്ക് വിമലയ്ക്ക് ഉറപ്പില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇത് ഇങ്ങനെ തന്നെ, അത് എന്റെ തോന്നലായിരിക്കും. ആ തോന്നല് പറഞ്ഞിട്ട് അതാണ് അതുണ്ട് അതിനകത്ത്. അതായത് സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന്റെ അപ്പുറം ശരിയല്ലെങ്കിലോ എന്നുള്ള എപ്പോഴും ഡൗട്ട് ഉണ്ട്. അതാണ് ഈ അവസാനം എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. ഈ ഒരു സ്ത്രീയുമായിട്ട് എനിക്ക് ആ ഒരു പോയിന്റിലാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഭയങ്കര സ്ട്രെയിറ്റ് അങ്ങനെ ഒരാള് ഇത് ഭർത്താവിൽ നിന്ന് എങ്ങനെ ഇത് മറച്ചു വെച്ചു എന്നുള്ളത്. അത് വിമല അതൊരു പൊതുവെ ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെ അതാണ് ഇപ്പൊ പറഞ്ഞത്. അതിന് എനിക്ക് തോന്നിയ ഒരു റീസൺ ഇതാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞത് കൊണ്ട് ഫാമിലിയിലൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവരുത്, ഇപ്പം ഞാൻ കാരണം കുടുംബത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു തോട്ട് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ശരിയാണ്, അവൾക്ക് ഉറപ്പില്ല, ശരിയാ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടോ, ഇത് തന്നെയാണോ സംഭവിച്ചതെന്ന് ഉറപ്പുമില്ല. അപ്പോൾ അതും പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നുള്ളത് കൊണ്ട് അത് ഇവിടുത്തെ വെറുതെ ഒരു ചെറിയ സംശയം ഉള്ള പോലെ, അല്ലാണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് അതിനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിന് പുറകെ പോയി സത്യം കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ടൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ല. അവള് മനോജനടുത്ത് അത് പറയുന്നത് പോലും ഇങ്ങനെ ഒരു ഇതുണ്ട്, ചിലപ്പം അത് അവൾക്ക് മനസ്സിൽ അടക്കാൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ മനോജനാണെങ്കിലും ഒരു ടിപ്പിക്കൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതിന് ഡെപ്തിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ ഉള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടർ. അത് ഞാൻ അറിയുന്ന കുറെ മനുഷ്യരത് എനിക്കറിയാം. എനിക്ക് റെഫറൻസ് ഉണ്ട്. ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അത് എനിക്ക് റെഫറൻസ് ഉണ്ട് അങ്ങനത്തെ. ഞാനിപ്പോ വിമലയും മനോജനും വിട്ട് അവരിലോട്ട് പോയാല്
അത് ബോധപൂർവം അവരൊരു വേറെ ഒരു തരം കപ്പിൾ, ഞാൻ പറഞ്ഞ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അത് മാത്രമല്ല, അവരുടെ ഡൈനാമിക്സിൽ പോലും ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ക്യാരക്ടേഴ്സും വടകരക്കാരാണോ അതോ? അല്ല, അത് എന്നെയൊക്കെ പോലുള്ള മനുഷ്യരെ പോലെ ഞാൻ കാണുന്നത്. ഒരു സാധാരണ മെട്രോപോൾ കൊച്ചിയിലൊക്കെയുള്ള. പക്ഷെ എനിക്ക് ഈ രണ്ടും ഉണ്ട്. അതായിരിക്കും എനിക്ക്. ഞാൻ നേരിട്ട് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ. പ്രിയവതയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് അമ്മ പറഞ്ഞു പ്രസവിച്ച് കിടക്കുന്ന കുട്ടി. ഒരു പുരുഷന് ഇതെങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? അതറിയില്ല. അതെങ്ങനെ വന്നതെന്ന് എനിക്കും അറിയില്ല. അതൊക്കെ എഴുതുമ്പോൾ ഇപ്പം നമ്മളാണല്ലോ ഇതെല്ലാവരും, അതിനുള്ള കുഞ്ഞുങ്ങളും നമ്മളാണ്. ഞാൻ തന്നെ ആയിരിക്കുമല്ലോ ഇത് എഴുതുമ്പോൾ ഈ കുഞ്ഞും ഞാനായിരിക്കണം, ഈ അപ്പനോ അമ്മയും ഈ അപ്പൻ്റെ അപ്പനോ അടക്കം ഞാനായിരിക്കണം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇതെവിടെയോ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളിലോ ഏതെങ്കിലും പുസ്തകങ്ങളിലോ ആരെങ്കിലും പറഞ്ഞതോ ഒക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവില്ലേ പഴയ? അറിയില്ല ഇത് എവിടെ നിന്നാണ്, സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ നിന്ന് എഴുതുന്ന സമയത്ത് ഞെട്ടിച്ച ഡയലോഗ് അതാണ്. ഞാനും ആലോചിച്ചു, ഓ എൻ്റെ അമ്മ ഇങ്ങനെ ചിന്തിച്ച് കാണുമോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഈ സിനിമയില് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് വിമലയുടെ ക്യാരക്ടറാണ്. അത് ഓരോ കാഴ്ച. അത് ഇപ്പം നമ്മളിപ്പം ഈ കഥ നരേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഞാൻ ഇടറിപ്പോകുന്നൊരു ഏരിയ ഉണ്ട്. അത് ലാസ്റ്റ് ഷോട്ടില് അവിടെ നേരത്തെ സിനിമ തീരുമായിരുന്നു. വെള്ളം കോരുന്ന വിമലയിൽ ഈ ഡയറി വായിച്ച് വന്ന് നിൽക്കുന്ന മനോജൻ വിമലയെ നോക്കുന്നു. ആ വിമലയിലോട്ട് വിമല മനോജനെ നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കുന്നു. ഇത് പറയുമ്പോൾ ഞാൻ എല്ലാ സമയത്തും ഞാൻ ഇടറും. എനിക്കറിയത്തില്ല. അത് അവിടെ എത്തുമ്പോൾ ഞാൻ ഇത് അവിടെയാണ് എന്റെ പോയിന്റ് ഓഫ് ഇമോഷൻ. ഓർമ്മ വരുന്നോണ്ടാണോ അതോ അറിയില്ല, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അറിയുന്നോണ്ടാണോ ഞാൻ എപ്പോഴും സത്യത്തിൽ ഞാൻ വിമലയുടെ ഒപ്പം ജീവിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും മേ ബി അവളിത് ഒന്നുമില്ല, ഇപ്പോഴും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് എടുക്കുന്ന ഉള്ളിൽ എന്തോ വലിയ കടലൊക്കെ ഉള്ള ഒരു സ്ത്രീ. അല്ല, അത് മനസ്സിലാവും നമുക്ക്. വിമല അത്രയൊക്കെ ആലോചിച്ചിരുന്നോ? വിമല അത്രക്കൊക്കെ ആലോചിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീൻ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയായിരിക്കും മനസ്സിൽ, ഇപ്പൊ ആ ക്യാരക്ടറിന്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ രാജേഷേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അത്രയും ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം അത് ഈ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്, ഈ ക്യാരക്ടറിനെ ഇത്രയും നാൾ കൊണ്ടു നടന്നത് രാജേഷ് ചേട്ടനായതുകൊണ്ട് അത്രയും ഡെപ്തിലായിരിക്കില്ല ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കും. പൊതുവെ ഈ സിനിമ കൊണ്ടുപോകുന്നത് വിമലയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഉറപ്പായിട്ടും വിമലയാണ് സെൻട്രൽ ക്യാരക്ടർ, തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ വിമലയോട് താതാത്മ്യം പ്രാപിക്കുന്ന സ്ത്രീകളുടെ വിളികളൊക്കെ വന്നു തുടങ്ങിയോ? അതായത് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഫാമിലിയിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും? അമ്മയൊക്കെ കണ്ടില്ല. അമ്മ എന്ത് പറഞ്ഞു? അമ്മ വിനയ് ഫോർട്ടിന് വിനയെ പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവരുടെ അമ്മ അങ്ങനെ ചെയ്യുന്നു ഞാൻ കണ്ടു. അത് കൊള്ളാലോ. അതാണ് റെസ്പോൺസ് ഞാൻ കണ്ടത്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അത് പിന്നെ അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും വിനയ് ഫോർട്ടിന് കൊടുത്ത ഉമ്മ എന്തായാലും സ്പെഷ്യലാണ്. 2 ചെറിയ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികളെ വെച്ച് അഭിനയിപ്പിക്കാൻ എളുപ്പമാണോ? അല്ല, എനിക്ക് രാജേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലിയ കുട്ടികളെ വെച്ചിട്ടോ അല്ലെ കുറച്ചുകൂടി ചെറിയ കുട്ടികളെ വെച്ചിട്ടോ പ്ലാൻ ചെയ്തേനെ. ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. അതായത് ഒന്നിട്ട് നമുക്ക് 1 വയസ്സ് ഉള്ള ഒരു കുഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല ഒന്നും. ഇത് മനസ്സിലായി പോയി, എന്നാൽ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന അവസ്ഥയിൽ 1.5 വയസ്സായി പോയി. തിരിച്ചറിവ് വന്നു തുടങ്ങിയ സമയം. അപ്പൊ അമ്മയെ വേണം, ഭയങ്കര പ്രശ്നമായിരുന്നു.
ഓ ആക്ടേഴ്സ് ഒക്കെ ട്രോമയിലായി. ഇവരെടുത്താൽ അപ്പൊ കരയും. അപ്പൊ അതിനിടയിൽ നമ്മൾ ആ സീൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് കുട്ടി ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളാ മൂഡിന്ന് മാറിയിട്ടുണ്ടാവും. അപ്പൊ റെഡി എന്ന് പറയുമ്പോഴേക്കും നമ്മളാ മൂഡിലേക്ക് വരണം. കാരണം കുട്ടി ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു മിനിറ്റിന് താഴെ അത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ ആ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയി എന്ന് വരില്ല. കാരണം നമ്മൾ കുട്ടിയെ ഓക്കെ ആക്കാൻ നോക്കുന്നതിനിടയിൽ നമ്മൾ ചിലപ്പോൾ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സമയത്ത് ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിരുന്നത് എനിക്ക് സംശയം തോന്നുന്ന പാർട്ട്. അതായത് ഞാൻ അരിയുടെ കല്ല് വെറുക്കുന്നു, അപ്പോൾ ഇവൻ കളിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സംശയം തോന്നി ഞാൻ കുഞ്ഞിനെ നോക്കുന്ന ഒരു സീനുണ്ട്. അതിനാണ് ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ചത്. കാരണം അവൻ കരയാണ്. അവൻ കരയുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ റെഡി ആവാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അവൻ ഓക്കെ ആവുന്ന സമയത്ത് ആ ഷോട്ട് റെഡിയായില്ല, ഷോട്ട് ഓക്കെ ആയില്ല, ഞാൻ കാരണം തെറ്റിപ്പോയാൽ തീർന്നു. പിന്നെ ഇനി അവൻ ഓക്കെ ആവാൻ എപ്പോ ഓക്കെ ആവും എന്നറിയില്ല. അപ്പൊ അത്രയും നേരം ഫുൾ ടീം വെയിറ്റ് ചെയ്യണം എന്നുള്ളത്, അത് ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ചത് ഈ പടത്തില് എനിക്ക് തോന്നുന്നു ആ ഒരു സീനായിരിക്കും. അത് അവസാനത്തെ സീനുള്ള കുട്ടിയോട് ഭയങ്കര കരച്ചിലല്ലേ? പിന്നെ ആ കുഞ്ഞ് ഇപ്പൊ ലിജോന്റെ കുഞ്ഞായിട്ട് അഭിനയിച്ച കുഞ്ഞ്, ആ കുഞ്ഞ് ലിജോയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അത് ഓക്കെ, ലിജോ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള അവസ്ഥയിലായി. കരയില്ല എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ ആയി. അപ്പൊ അത്രയൊക്കെ അധ്വാനമുണ്ട് ഇതിലല്ലേ? പിന്നില്ലേ, അത് എന്നെ പോലെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കഴിവില്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വിനയ് ചേട്ടൻ പിന്നെയും കുറച്ചും കൂടിയൊക്കെ കളിക്കുകയൊക്കെ അറിയാം. കാരണം വിനയ് ചേട്ടന് ഒരു മോനുള്ളത് കൊണ്ട് അറിയാം എങ്ങനെയൊക്കെ അവനെ കംഫർട്ടബിൾ ആക്കണം എന്നുള്ളത് അറിയാം. എനിക്ക് അത് അറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഷാറുഖയുടെ ഒക്കെ മകനായിട്ട് വന്ന് അവൻ കുറച്ചും കൂടിയൊക്കെ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഷൂട്ടിന് നേരെ തിരിച്ചായിരുന്നു. അവനാണ് ഏറ്റവും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നത്. അവൻ ഷോട്ടിന് മുന്നേ വരെ ഓക്കെ ആയിരിക്കും, ഷോട്ടിന് ആക്ഷൻ പറഞ്ഞ അവൻ കരയും. ഞങ്ങൾ അവർക്ക് ആക്ഷൻ പറയാണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ട്? ആരും മിണ്ടരുത്, ആക്ഷൻ പറഞ്ഞാൽ അവന് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെയും നമ്മുടെ ഈ സനു മജീദ് ഇതിന്റെ കോറൈറ്ററുടെ പെങ്ങളുടെ മകനും, അത് ഇസാൻ മുഹമ്മദും, മറ്റവൻ രവിശങ്കറും ശ്രുതി എന്നൊക്കെ പറഞ്ഞ അവർ രണ്ടുപേരും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. സിബി മലയിലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു, പടം വളരെയധികം ഇഷ്ടപ്പെട്ടു, കിരീടമൊക്കെ ചെയ്ത ഒരാളാണ്, എന്തായിരുന്നു ഫീലിംഗ് അത് കേട്ടപ്പോൾ? ആൾ നേരിട്ട് പറഞ്ഞിരുന്നോ? എന്നോട് നേരിട്ട് സംസാരിച്ചായിരുന്നു. സിനിമ കഴിഞ്ഞ ഉടനെ എനിക്ക് സിബി സാർ അത് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഡയറക്റ്റ് പുള്ളിയെ വിളിച്ചിട്ട് പ്രീമിയറിന് വിളിച്ചായിരുന്നു. പുള്ളിക്ക് വരാൻ പറ്റിയില്ല, ഫസ്റ്റ് ഷോയ്ക്ക് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി വന്നതാണ്. സിനിമ കണ്ടിട്ട് പുള്ളി പറഞ്ഞത്, ഞാൻ കരുതി ഇതൊരു തമാശ പടമാണെന്ന്, ഇത് ഞാനൊക്കെ ചെയ്യുന്ന പോലെ സിനിമ പോലെ ഉണ്ട്, ഗംഭീരമായി ഇത് എന്ന് പറഞ്ഞ് എന്നെ, അതൊക്കെ ആദ്യത്തെ പടമാണ്, അതിനകത്ത് അങ്ങനെ ഒരു കമന്റ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അല്ല. പക്ഷേ എനിക്കത് അതിശയോക്തിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം വളരെ ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമ തന്നെയാണ് നിങ്ങൾ ഡെലിവർ ചെയ്തിരിക്കണേ. പിന്നെ തമാശ ഉണ്ട്, പക്ഷെ തമാശപ്പടം അല്ല. അങ്ങനെയല്ല, നമ്മളങ്ങനെയല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിൽ ക്യാരക്ടേഴ്സൊക്കെയും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഒക്കെയും സീരിയസ് ആണ്. ചിലപ്പോൾ അവരുടെ റിയാക്ഷൻസോ റെസ്പോൺസോ ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് ചിരി വരും എന്നേ ഉള്ളൂ, അല്ലാണ്ട് ആ ക്യാരക്ടേഴ്സ് ചിരി വരുത്താൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടു വളർന്ന സിനിമകൾ എന്ന് പറയുന്നത് ശ്രീനിവാസന്റെയും ശ്രീനിവാട്ടൻ്റെ ഒക്കെ പരിപാടിയാണ്. ഇത് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെയാണ്, ഹ്യൂമറില്ല, ഭയങ്കര ഹ്യൂമറില്ല പുള്ളി പറഞ്ഞു. അതൊക്കെ ഉണ്ടാവും ഈ സിനിമയ്ക്കകത്ത് എന്നെ സ്വാധീനിക്കുന്നത്. പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ എന്തൊക്കെ കമന്റ് ഒക്കെ വന്നായിരുന്നു. എനിക്ക് ശ്രീനിയേട്ടന്റെ ആ സമയത്തുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനൊക്കെ ഡെപ്തും അതിനുള്ള ഓരോ ക്യാരക്ടേഴ്സിനൊക്കെ ഉള്ള പ്രാധാന്യം എല്ലാം ഭയങ്കര കൃത്യമായിരിക്കും. അതിനകത്തുള്ള സ്ത്രീകള് വളരെ സാധാരണ പാട്രിയാർക്കി ഫാമിലിയിലുള്ള സ്ത്രീകളടക്കം ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സൊക്കെ എഴുതി വച്ചേക്കുന്നത്. സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേഷ് വളരെ നല്ല ഡയറക്ടറാണെന്നുള്ള പേര് ഉണ്ടാവട്ടെ.
ഉണ്ട് സൂപ്പർ. ഇപ്പൊ പടം പുറത്തിറങ്ങി. പടം ഇനി നാളെ കമലഹാസന്റെ കൂടെയും രജനീകാന്തിന്റെ കൂടെയൊക്കെ പടം ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മലയാളത്തിൽ ആരും കിട്ടിയില്ല, തമിഴിൽ മാത്രമാണ് കമലഹാസനും രജനീകാന്തും ഉണ്ട്, ഇവിടെ ആരും വേണ്ട. കുറെയൊക്കെ ആഗ്രഹിച്ചല്ലേ കുറച്ചൊക്കെ നേടാൻ പറ്റുള്ളൂ. ഇനി ലിജോമോൾ ഇനി എവിടേക്ക് പോകണം എന്ന് ലിജോമോളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി സിനിമ തമിഴിലൊക്കെ സൂര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരാളോട് എന്ത് പറയാൻ അതിന് ഫെയിലേക്ക് ആൾക്കാരുണ്ട്, അപ്പൊ അത് പറ, എന്നോട് പറ. ഈ ഹോളിവുഡ് നടന്മാരുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ മതി, ഡെൻസൽ വാഷിംഗ്ടൺ. നമുക്ക് wind up ചെയ്യാം. അത് മാത്രമല്ല വ്യക്തി ജീവിതത്തിലും രണ്ടുപേർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.